അപ്പോൾ നമ്മളിന്ന് കടികളെ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കുടുക എന്ന് പറഞ്ഞ മീൻ നാടൻ സ്റ്റൈലിൽ വറ്റിക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള സെറ്റപ്പുകളൊക്കെ നമ്മളിവിടെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സെറ്റപ്പ് ആക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് സബോള ഒരു വലിയ സബോള നുറുക്കിയത്, അതിലേക്ക് പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം 50 ഗ്രാമൊക്കെ മതി. ഇതൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് വഴട്ടാം. സാധനം അങ്ങനെ മൂപ്പിക്കുക. നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാം. കൊടുത്ത മീൻ ഏകദേശം 1 കിലോളം ഉണ്ട്. 1 കിലോ കഷ്ടി. അത് നല്ലോണം കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വാടി വരുന്നുണ്ട്. മൺചട്ടിയിൽ ഉണ്ടാക്കണ കാണാൻ ഒരു പ്രത്യേക സ്മെല്ല. ഏകദേശം വാടിയുണ്ട്. വാടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോണത് 3 സ്പൂൺ മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ വേണ്ട വരും, അല്ലെങ്കിൽ മുളകൊക്കെ കരികി. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. നല്ല മണക്കം വരുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഏകദേശം വാടി മൂത്തൊരു കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് മീനൊക്കെ നമുക്ക് ഇതിലേക്ക് പറക്കി ഇടണം. അതിന് സെറ്റപ്പിന് ചെയ്യാൻ പോകണം. നമുക്കൊരു വലിയ കപ്പ് വെള്ളം ഒഴിക്കാം. ലേശം കൂട്ടി വയ്ക്കുക വെള്ളം ഒഴിച്ച കാരണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുടംപുളിയാണ്. കുടംപുളി ഇങ്ങനത്തെ വേണ്ട, 1 2 3 4 5 പീസോളം. അത് ഒരു വലിയ 2 കുടംപുളി അത് ഇതാക്കിയുള്ളത്. അതൊന്ന് കുതിർത്തന വെള്ളത്തിലിട്ടിട്ട് ആദ്യം. പിന്നെ ഏകദേശം വെള്ളം ഒന്ന് ഇതായിട്ട് അപ്പോൾ നമുക്ക് ഈ കുടംപുളി ഇതിലേക്ക് ഇങ്ങനെ പറക്കിടാം. ചെറിയൊരു തള വരണോട് കൂടിയിട്ട് നമുക്ക് മീനതിലേക്ക് ഓരോന്നോരോന്ന് വെക്കാം. പിന്നെ ഉപ്പുണ്ട്, നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഉപ്പ് അധികം കൂടി കഴിഞ്ഞാൽ വേണ്ട. എന്നാൽ കൊള്ളിയൊക്കെ കഴിക്കുകയാണെങ്കിൽ, അതുപോലെ കപ്പൊക്കെ അതിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കിയിട്ട് ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് ഈ സാധനം അതിലേക്ക് പതുക്കെ പറക്കി ഇടാം. പെട്ടെന്ന് സെറ്റ് ചെയ്യാവുന്നൊരു സംഭവമാണ് ഇത് മീൻ വറ്റിക്കൽ. എല്ലാവരും ചിലപ്പോൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കണ ഒരു ചെറിയൊരു പരിപാടി തന്നെ. ഏകദേശം ഒരു തളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഈ മീനെ നമുക്കതിലേക്ക് പറക്കി ഇടാം. മീൻ ശരിക്കും ആ വെള്ളത്തിൽ മുങ്ങി കിടക്കണം, എന്നാലാണ് മീൻ വേവുള്ളൂ. നമ്മുടെ സ്റ്റീലിലും അതിലുണ്ടാകുന്ന നോൺ സ്റ്റിക്കിൻ്റെ അതിലൊക്കെ ഉണ്ടാക്കണേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മൺചട്ടിയിൽ ഉണ്ടാക്കണം. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നല്ലോണം ഒന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം വറ്റി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 10-15 ഉള്ളി എടുത്തിട്ട് അരിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് അതൊന്നും എടുത്ത് വെളിച്ചെണ്ണയിൽ നിന്ന് മൂപ്പിച്ച് കാച്ചി കഴിഞ്ഞാൽ ലേശം നമ്മുടെ ഉലുവില്ലേ, ഉലുവപ്പൊടി ലേശം എത്തണത് അടിപൊളിയാണ്. ഉലുവപ്പൊടി അത് ഇത് ഇപ്പം ഏകദേശം അതിൻ്റെ അപ്പം ഇനിയിപ്പോൾ ആ കാച്ചണേൻ്റെ സെറ്റപ്പിലേക്ക് നമുക്ക് നീങ്ങാം. നല്ല മണം വരുന്നുണ്ട്. ഇത് വറ്റി ആ മീൻ ബന്ധാ കുടപ്പുളിയിലും അതിൻ്റെയൊക്കെ സ്മെല്ലായിട്ട് നല്ല അടിപൊളിയായിട്ട് മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ വെക്കുകയാണ്. ഇതിൽ ഉള്ളി കാച്ചാനുള്ള പരിപാടിയിൽ ഇത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 10-15 ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇടാം. ഉള്ളി മുരിഞ്ഞുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോണ എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കാച്ചാള പരിപാടിയാണ്. അപ്പം ഇത് പതുക്കെ നമ്മൾ ഇവിടേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചട്ടി മുകളിലേക്ക് കയറ്റി വയ്ക്കുക. മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ഉള്ളി പതുക്കെ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് സെറ്റായിട്ട് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ ഒരു നുള്ള് ഉലുവപ്പൊടി ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വെതറി കൊടുക്കും. നുള്ളു മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് ചെറിയൊരു മൂടി എടുത്ത് ഒന്ന് നൈസായിട്ട് ഒരു 5 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. അപ്പം നമ്മുടെ 5 മിനിറ്റോളം മൂടി വെച്ചിട്ടുണ്ട്. മീൻകറി അപ്പോൾ ഇപ്പം നോക്കി കഴിഞ്ഞാൽ കാണാം നല്ല അടിപൊളിയായി സെറ്റപ്പ് അതിൻ്റെ മീൻ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നല്ല കിഡിലൻ വറ്റിക്കല അതിൻ്റെ മീൻ. നമ്മുടെ ഈ കറി ടേസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് കുറച്ച് കൊള്ളി നമ്മുടെ കപ്പയില്ലേ അത് മേടിച്ച് പുഴുങ്ങി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒന്ന് കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട്. ശരിക്കും ഇത് കഴിക്കുമ്പോൾ ഇതിനോടൊപ്പം കഴിക്കേണ്ടത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോവാ. അപ്പോൾ ഞാനിത് എടുക്കാണ്. ഇതിലേക്ക് ഇങ്ങനെ ഇതിനൊരു പീസ് എടുത്തിട്ട് ചാറിങ്ങനെ ഒഴിക്കുക. ഒരു കഷ്ണം എടുത്തിട്ട് മുക്കി ഒരു കഷ്ണം മീൻ അതിൽ നിന്ന് പൊട്ടിക്കുക. അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും മെസ്സേജൊക്കെ അയക്കാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ കാണാം.